ലോകകപ്പ് നോക്കൌട്ടിൽ നാളെ യൂറോപ്യൻ വമ്പന്മാരുടെ പോരാട്ടം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും മിഡ്ഫീൽഡ് മാന്ത്രികൻ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും കളിക്കളത്തിൽ ഏറ്റുമുട്ടും. സാന്റിയാഗോ ബെർണബ്യൂവിൽ റയൽ മാഡ്രിഡിനായി ഒന്നിച്ച് ചരിത്രം രചിച്ച രണ്ട് സുഹൃത്തുക്കൾ നാളെ സ്വന്തം രാജ്യത്തിനായി കുപ്പായമണിയുമ്പോൾ അവർ രണ്ട് സൈന്യങ്ങളുടെ തലവന്മാരായി മാറുന്നു. കരിയറിന്റെ അവസാന ഘട്ടത്തിലും തങ്ങളുടെ രാജ്യത്തെ നയിക്കുന്ന ഈ രണ്ട് ഇതിഹാസങ്ങളുടെ പോരാട്ടത്തിനു കൂടിയാണ് നാളെ ലോകകപ്പ് സാക്ഷിയാകുന്നത്. ഗ്രൂപ്പ് കെയിൽ 2 സമനിലയും 1 ജയവും നേടി രണ്ടാമത് ഫിനിഷ് ചെയ്താണ് പോർച്ചുഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് എത്തിയത്. കളിക്കളത്തിൽ ഗോളുകൾ നേടുന്നതിനോടൊപ്പം ടീമിന് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ക്യാപ്റ്റൻ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗലിന്റെ ആശ്വാസം. ടീമിന്റെ എഞ്ചിനായി പ്രവർത്തിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസും വിറ്റീനിയുമാണ് മത്സരങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്നത്. വിങ്ങുകളിൽ റാഫേൽ ലിയാവോയും ഗോൺസാലോ റാമോസും ചേരുമ്പോൾ പോർച്ചുഗൽ സൈന്യം ശക്തമാണ്. കരുത്തരായ ഇംഗ്ലണ്ട് ഉൾപ്പെട്ട ഗ്രൂപ്പ് എല്ലിൽ നിന്നാണ് 2 വിജയങ്ങളും 1 തോൽവിയുമായി 6 പോയിന്റോടെ ക്രൊയേഷ്യ 2ാം സ്ഥാനക്കാരായി മുന്നേറിയത്. കരിയറിലെ അവസാന ലോകകപ്പ് കളിക്കുന്ന 40-കാരനായ ഇതിഹാസ നായകൻ ലൂക്ക മോഡ്രിച്ച് തന്നെയാണ് ഇത്തവണയും ക്രൊയേഷ്യയുടെ നെടുന്തൂൺ. പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കുന്ന മോഡ്രിച്ചിന്റെ തന്ത്രങ്ങളിലാണ് ക്രൊയേഷ്യയുടെ പ്രതീക്ഷ. കാനഡയിലെ ടൊറാന്റോ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഈ മത്സരം കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല, മറിച്ച് ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഇതിഹാസങ്ങളുടെ അവസാന പോരാട്ടമാണ്. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.